ഹായ് ഓൾ. അപ്പം നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ രണ്ട് വീഡിയോസിൽ നമ്മൾ മുൻ വർഷങ്ങളിലെ പ്രിലിംസിൻ്റെ ചോദ്യ പേപ്പറുകൾ അനലൈസ് ചെയ്തിട്ട് ഏതൊക്കെ മേഖലകൾ കൂടുതൽ ഊന്നൽ കൊടുക്കണം എന്നുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. എക്കണോമിക്സും സയൻസ് ആൻഡ് ടെക്കും ഓൾറെഡി ഡിസ്കസ് ചെയ്തു. സയൻസ് ആൻഡ് ടെക്ക് പറയുന്ന സമയത്ത് നമ്മളൊരു കാര്യം പറഞ്ഞായിരുന്നു, അതായത് കൂടുതൽ ആൾക്കാരും അധികം ശ്രദ്ധ കൊടുക്കാത്ത ഒരു സബ്ജക്റ്റാണ് സയൻസ് ആൻഡ് ടെക്. പക്ഷെ അതിൽ നിന്ന് 40 ക്വസ്റ്റ്യൻസ്, അതായത് 39 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അതായത് ഓരോ എക്സാമിനും 5 ക്വസ്റ്റ്യൻസ് വീതം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അധികം ശ്രദ്ധ കൊടുക്കാത്ത ഒരു സബ്ജക്റ്റാണ് IT എന്ന് പറയുന്നത് അല്ലേ. IT-യിൽ നിന്ന് 41 മാർക്കിനാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് 8 എക്സാമുകളിൽ. 41 മാർക്കിന്, ഒരു എക്സാമിന് 6 മാർക്കിന് ചോദ്യം ചോദിച്ചു. അത് ഉൾപ്പെടെ 5 മാർക്കിനാണ് എല്ലാ എക്സാമുകളിലും ആവറേജ് ആയിട്ട് ചോദ്യം ചോദിച്ച് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഓരോ മാർക്കും പ്രധാനപ്പെട്ടതാണ്, ഞാൻ പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ IT ഒഴിവാക്കാനുള്ള ഒരു സബ്ജക്റ്റ് അല്ല എന്ന് നിങ്ങൾക്ക് നല്ലപോലെ അറിയാം. പക്ഷെ ഏതൊക്കെ മേഖല പഠിക്കണം എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാകും അല്ലേ. നമ്മൾ മറ്റ് പ്രധാനപ്പെട്ട ഇപ്പോൾ ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, അതുപോലെ തന്നെ കോർ ടോപ്പിക്കുകളായിട്ട് ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, പൊളിറ്റി ഒക്കെ നോക്കുന്ന സമയത്ത് പലപ്പോഴും ആ ഒരു ഓളത്തിനിടയിൽ മുങ്ങിപ്പോകുന്നതാണ് IT, സയൻസ് ആൻഡ് ടെക് പോലുള്ള സബ്ജക്റ്റുകൾ. അതുകൊണ്ടാണ് ഇത് രണ്ടും ഞാൻ ആദ്യം ചെയ്യാൻ കാരണം. ഇതിന്റെ രണ്ടിന്റെയും വീഡിയോസ് ഇത് എവിടുന്ന് പഠിച്ചാൽ നമുക്ക് മാക്സിമം മാർക്ക് ഇതിൽ നിന്ന് ലഭ്യമാകും. നമുക്കറിയാം, നമുക്കൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾ വെച്ച് കഴിഞ്ഞാൽ മുഴുവൻ മാർക്കിന് വേണ്ടി നമ്മൾ പഠിക്കണം, ശരിയാണ്. പക്ഷെ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾ നമ്മുടെ മുന്നിൽ വെച്ചാൽ മാക്സിമം മാർക്ക് കിട്ടുക അല്ലെ. നമ്മളെ കൊണ്ട് പരമാവധി ഇനിയുള്ള ദിവസം പഠിക്കാൻ കഴിയുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. ആ ഒരു ലിമിറ്റിനകത്ത് വെച്ചിട്ട് നമുക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാം. അതെങ്ങനെ സ്കോർ ചെയ്യാൻ പറ്റും? ഇതുവരെ ചോദിച്ചിട്ടുള്ളത് ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് നമുക്ക് നോക്കിയാൽ ഒരു പക്ഷേ 5 മാർക്കും നേടാനുള്ള ഒരു സാധ്യത IT-യിൽ കാണുന്നുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് ആ മേഖലകളും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യം മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ 41 മാർക്ക് ഉണ്ടെന്ന് പറഞ്ഞു. ഈ 41 മാർക്ക് ഇവിടെ നോക്കിയാൽ 40 മാർക്കേ കാണാൻ പറ്റത്തുള്ളൂ. 1 മാർക്കിന്റെ കാര്യം നമുക്ക് പിന്നീട് പറയാം. ഹാർഡ്വെയർ ഡിവൈസസ് 9 മാർക്കിന് ചോദ്യം ഹാർഡ്വെയർ ഡിവൈസിന് വന്നിട്ടുണ്ട്. ഇൻപുട്ട്, ഔട്ട്പുട്ട് തുടങ്ങിയ ഡിവൈസസ് അതിനകത്ത് വരുന്നുണ്ട്. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് പ്രോട്ടോകോൾ, അതുപോലെ തന്നെ ടോപ്പോളജി തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈസുകളെ പറ്റിയൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. 8 മാർക്കിനാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇത് രണ്ടും പ്രധാനപ്പെട്ട, മനസ്സിലായല്ലോ. അതായത് എല്ലാ എക്സാമിനുകളിലും ഓരോ ചോദ്യങ്ങൾ മിനിമം എന്ത് ചെയ്തിട്ടുണ്ട്, ഹാർഡ്വെയർ ഡിവൈസുകളിൽ നിന്നും കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ നിന്നും വന്നിട്ടുണ്ട്. അത് ഒഴിവാക്കി പഠിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അതൊരിക്കലും നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അത് രണ്ടും നിർബന്ധമായിട്ട് നിങ്ങൾ IT നോക്കുന്ന ആൾക്കാർ നോക്കിയിരിക്കണം. 2 മാർക്ക് കിട്ടാനുള്ള ഒരു സാധ്യത അവിടെ കാണുന്നില്ലേ. അത് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അത് അത്യാവശ്യം കവർ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. ഇനി സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോയിൽ നിന്ന് 6 മാർക്കിന് ചോദ്യം വന്നിട്ടുണ്ട്. അതിനകത്ത് IT ആക്ട് 2000 വരുന്നുണ്ട്. സൈബർ ക്രൈം റിലേറ്റ് ചെയ്ത കുറച്ച് ടേമുകൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവിടെ 6 മാർക്കാണ് വരുന്നത്. അത് എങ്ങനെയാണ് നോക്കാനുള്ളത് നമുക്ക് നോക്കാം. ദെൻ ഇന്റർനെറ്റ്, സോഷ്യൽ മീഡിയ, അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് 6 മാർക്കിന് ചോദ്യങ്ങൾ, സെർച്ച് എഞ്ചിൻ, ബ്രൗസർ തുടങ്ങിയ ടേമുകൾ യൂസ് ചെയ്തിട്ട് 6 മാർക്കിന് ചോദ്യം വന്നിട്ടുണ്ട്. ദെൻ സിസ്റ്റം സോഫ്റ്റ്വെയർ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, നമുക്കറിയാം ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതുപോലെ തന്നെ പലതരത്തിലുള്ള ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറെ പറ്റി 5 മാർക്കിനാണ് അവിടുന്ന് വന്നിട്ടുള്ളത്. ദെൻ ബേസിക് ഓഫ് പ്രോഗ്രാമിംഗ്, ഇത് മുന്നേ നമ്മൾ PSCക്ക് IT-ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ഈ ഒരു ബേസിക് ഓഫ് പ്രോഗ്രാമിംഗ് എത്രത്തോളം കാണാറില്ല. അതിൽ നിന്ന് ചോദ്യങ്ങൾ വളരെ കുറവായിരുന്നു. പക്ഷെ ഇപ്പം അതിൽ നിന്ന് 6 മാർക്കിന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഫോക്കസ് ഏരിയ ആയിട്ട് ഇവിടെ കൺസിഡർ ചെയ്യേണ്ടതാണ്. നമ്മൾ അടുത്ത് നോക്കുന്നത് ഈ പറയുന്ന ഇത് സിലബസിനകത്ത് കൊടുത്തിരിക്കുന്ന അതുപോലെ തന്നെ കൊടുത്തിട്ട് മാർക്കിംഗ് ഡിസ്ട്രിബ്യൂഷൻ എഴുതിയിരിക്കുന്നത്. പക്ഷെ നമുക്കറിയാനുള്ളത് അതല്ല. ഇതിനകത്തുനിന്ന് ഏതൊക്കെ ടോപ്പിക്കുകൾ, ഹോട്ട് ടോപ്പിക്കുകളായിട്ട് നമുക്ക് ഫോക്കസ് ചെയ്യാനുള്ളത് ഏതൊക്കെയാണ്, നമുക്ക് പഠിച്ചിട്ട് പോകാനുള്ളത് ഏതൊക്കെയാണ്. ഇത് ജസ്റ്റ് സിലബസിനകത്ത് പറയുന്ന കാര്യമല്ലേ. നമുക്ക് പഠിച്ചിട്ട് പോകാനുള്ളത് ഏതൊക്കെയാണ്? ഒന്നാമതായിട്ട് ഞാൻ പറയുന്നു, നിങ്ങൾ പഠിച്ചിട്ട് പോകാനുള്ളത് ഒരു മെമ്മറി എന്ന് പറയുന്ന പോർഷനാണ്. മെമ്മറി നമ്മൾ സ്കൂൾ ക്ലാസ് മുതലേ പഠിക്കുന്നതാണ്. മെമ്മറി, ഇന്റേണൽ, എക്സ്റ്റേണൽ, അതുപോലെ ടെമ്പററി മെമ്മറി തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നു. അതെല്ലാം തന്നെ നിങ്ങൾ പഠിക്കണം. ഹാർഡ് ഡിസ്ക്, അതുപോലെ റാമിനെ പറ്റി പഠിക്കും, റോമിനെ പറ്റി പഠിക്കും. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ബേസിക് ആയിട്ട് വേണം. അതുകൂടാതെ രജിസ്റ്റേഴ്സ്, ഫ്ലാഷ് മെമ്മറി, SSD, നമുക്കറിയാം നമ്മളിപ്പോൾ എല്ലാത്തിലും SSDs യൂസ് ചെയ്യുന്നുണ്ട്. SSD എന്താണ്? ക്യാഷ് മെമ്മറി, വിർച്വൽ മെമ്മറി, ഇത്തരത്തിലുള്ള ടേമുകൾ ഉണ്ടല്ലോ. മെമ്മറി ആയിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് ടേമുകൾ ഉണ്ടാകും. ആ ടേമുകളെ പറ്റി ഒരു ധാരണ വേണം കേട്ടോ. എന്താണ് ഈ പറയുന്ന മെമ്മറീസും, അല്ലെങ്കിൽ ഈ പറയുന്ന മെമ്മറികൾ എന്താണ്? 2 തരത്തിലുള്ള മെമ്മറികൾ. അതുപോലെ തന്നെ ഈ മെമ്മറികളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ടേമുകളുണ്ട്. ഈ പറയുന്ന ടേമുകളൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ എക്സാമുകളിൽ കണ്ടുവരുന്ന ടേമുകളാണ്. ക്യാഷിനെ പറ്റി കാണാറുണ്ട്, രജിസ്റ്റേഴ്സിനെ പറ്റി കാണാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ടേമുകൾ, ഈ പറയുന്ന ടേമുകളുണ്ടല്ലോ, ഈ പറയുന്ന ടേമുകളെല്ലാം തന്നെ മുൻ വർഷങ്ങളിൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇതിനെപ്പറ്റി ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, ഓപ്ഷൻസിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ സാധനങ്ങളെല്ലാം തന്നെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. മനസ്സിലായല്ലോ. അപ്പോൾ ഈ ടേമുകൾ നിർബന്ധമായിട്ട് പഠിക്കുക. ഇതിനൊപ്പം തന്നെ അഡീഷണൽ ആയിട്ടുള്ള ടേമുകൾ ഉണ്ടെങ്കിൽ അതും കൂടെ പഠിക്കാൻ ശ്രമിക്കുക.
ഇനി നെറ്റ്വർക്കിൽ നിന്ന് 7 മാർക്കാണ്. അപ്പൊ നിങ്ങൾ അടുത്ത് ഫോക്കസ് കൊടുക്കാനുള്ള നെറ്റ്വർക്കാണ്. 7 മാർക്കിൽ നിന്ന് അവിടുന്ന് ചോദ്യം വരാൻ സാധ്യതയാണ്. അതിനകത്ത് ഈ പറയുന്ന പോലെ നെറ്റ്വർക്ക് ടോപ്പോളജീനെ പറ്റി ചോദ്യങ്ങൾ വരും. അതിനകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ബസ് ഉണ്ട്, റിംഗ് ഉണ്ട്, സ്റ്റാർ ഉണ്ട്, ട്രീ. നമുക്ക് കേട്ടിട്ടില്ലേ ബസ് ടോപ്പോളജി, റിംഗ് ടോപ്പോളജി, സ്റ്റാർ ടോപ്പോളജി, മെഷ് ടോപ്പോളജി, അങ്ങനെ പലതരത്തിലുള്ള ടോപ്പോളജികളുണ്ട്. ഈ ടോപ്പോളജികളെ പറ്റി ഒരു ധാരണ ഉണ്ടാകണം. എന്താണ് ഈ ടോപ്പോളജി? നമുക്കറിയാം പലതരത്തിൽ ഈ നെറ്റ്വർക്കിന്റെ കണക്ഷൻസിനെയാണ് ടോപ്പോളജി എന്ന് പറയുന്നത്. ഈ ടോപ്പോളജി എന്താണെന്നൊരു ധാരണ നമുക്ക് ആദ്യം വേണം. അപ്പൊ അത് പലതരത്തിലുള്ള ടോപ്പോളജികൾ, അതിന്റെ പേരുകളൊന്നും അറിഞ്ഞിരിക്കുക, അവിടെ മാർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന് നെറ്റ്വർക്ക് പ്രോട്ടോകോൾ. നമുക്കറിയാം എന്താണ് TCP ഉണ്ട്, IP ഉണ്ട്, അതുപോലെ തന്നെ HTTP ഉണ്ട്, ദെൻ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ FTP ഉണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഇന്റർനെറ്റ് പ്രോട്ടോകോൾ, അതുപോലെ തന്നെ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, ഇത്തരത്തിലുള്ള സംഗതികളെല്ലാം തന്നെ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, ഈ പറയുന്ന സാധനങ്ങളെല്ലാം തന്നെ അറിഞ്ഞിരിക്കുക. എന്തൊക്കെയാണ് ഈ പ്രോട്ടോകോൾ, എന്തിനാണ് ഈ നെറ്റ്വർക്ക് പ്രോട്ടോകോളുകൾ യൂസ് ചെയ്യുന്നത്, എന്താണ് ഈ നെറ്റ്വർക്ക് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്, അത് എന്തിന് യൂസ് ചെയ്യുന്നു, അത് ഏതൊക്കെ തരത്തിലുണ്ട് എന്നുള്ളതിനെ പറ്റി ഒരു ധാരണ വേണം. ദെൻ നെറ്റ്വർക്ക് ഡിവൈസസ്, നമുക്കറിയാം അതിൽ നിന്ന് പലപ്പോഴും ചോദ്യങ്ങൾ വരാറുണ്ട്. റൗട്ടർ എന്താണ്, സ്വിച്ച് എന്താണ്, ബ്രിഡ്ജ് എന്താണ്, ഹബ്ബ്, ഇതിന്റെ എല്ലാം ഉപയോഗം എന്താണ്, രണ്ടെണ്ണത്തിന് തമ്മിൽ കണക്ട് ചെയ്യുന്ന എന്താണ് എന്നുള്ള ചോദ്യങ്ങൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് അല്ലേ. അത് ഡിഗ്രി ലെവലിൽ മാത്രമല്ല, എല്ലാ ലെവൽ എക്സാമുകളിലും IT നിന്ന് വരുന്നതാണ് ഈ പറയുന്ന പോലെ റൗട്ടർ, ബസ്, ഹബ്ബ്, ബ്രിഡ്ജ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം. അപ്പൊ അതുകൊണ്ട് അതിനെപ്പറ്റി ഒരു ഐഡിയ നമുക്കുണ്ടാവണം. ദെൻ നെറ്റ്വർക്കിന്റെ ടൈപ്പുകൾ, ലാൻ, വാൻ, മാൻ, ഇതിനെ പരസ്പരം എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ള ഡിവൈസുകൾ തുടങ്ങിയ കാര്യങ്ങളൊന്നും അറിഞ്ഞു കഴിഞ്ഞാൽ 7 മാർക്കിനാണ് അവിടുന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 1 മാർക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലല്ലേ ആണ്. ഇനി അടുത്ത് IT ആക്ട് ആൻഡ് സൈബർ ക്രൈംസ് എന്ന് പറയുന്ന മേഖലയിൽ നിന്ന് 6 മാർക്കിന് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതിൽ 4 മാർക്കും IT ആക്ടിൽ നിന്നാണ്. മനസ്സിലായല്ലോ. അപ്പോൾ പകുതി ചാൻസ് ഉണ്ട് 1 മാർക്ക് കിട്ടാനുള്ള ചാൻസ്, പകുതി നിങ്ങൾക്ക് അവരൊരു ചാൻസ് ഉണ്ട് 1 മാർക്ക് കിട്ടാൻ. IT ആക്ടിൽ നിന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് IT ആക്ട്, അതിന്റെ ഷെഡ്യൂളുകൾ, 7 ഷെഡ്യൂളുകളെ പറ്റി ഒന്ന് അറിഞ്ഞിരിക്കുക. 65 മുതൽ 70 വരെയെങ്കിലും ഉള്ള എന്താണ് സെക്ഷൻസ്, 65 മുതൽ 70 വരെ, പ്രത്യേകിച്ച് 66A, 69A തുടങ്ങിയ കാര്യങ്ങളൊക്കെ, 66A ഇടയ്ക്ക് വാർത്തയിലൊക്കെ വന്നതാണ്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളെ പറ്റി എന്ത് ചെയ്യുക, ഒരു ഐഡിയ നമുക്ക് ഉണ്ടാകുക. മനസ്സിലായല്ലോ. ഒഫൻസീവ് ആയിട്ടുള്ള മെസ്സേജുകൾ അയക്കുന്നു, അതൊക്കെയാണ് 66A എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ 66A, 69A, അതുപോലെ തന്നെ 65 മുതൽ 70 വരെയുള്ളതിനെ പറ്റി ഒരു ഏകദേശം ധാരണ ഉണ്ടാകണം. പിന്നെ സൈബർ ക്രൈം എന്താണ്, അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ടേമുകൾ, ഫിഷിംഗ് എന്ന് പറയുന്ന ടേം അത് ചോദിച്ചിട്ടുണ്ട്. മാൽവെയറുമായിട്ട് ബന്ധപ്പെട്ട് റാൻസം വെയറിനെ പറ്റിയാണ് ചോദിച്ചത്. നമുക്കറിയാം കുറച്ചു കാലം മുന്നേ വാണാക്രൈ എന്ന് പറയുന്ന ഒരു റാൻസം വെയറിനെ പറ്റി വാർത്തകളിൽ ഉണ്ടായിരുന്നു. അതുപോലെ നമ്മളിപ്പം വരുന്നതാണ് പെഗാസസ്. എന്താണ് പെഗാസസ് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. പെഗാസസ് എന്ന് പറയുന്ന ഒരു സ്പൈവെയർ സോഫ്റ്റ്വെയർ ആണല്ലേ. അപ്പോൾ ഇത്തരത്തിൽ വാർത്തകളിൽ ഇങ്ങനെ എന്തെങ്കിലും സോഫ്റ്റ്വെയറുകളെ പറ്റിയൊക്കെ പറയുന്നുണ്ടോ നിങ്ങളൊന്ന് നോക്കുക, കറണ്ട് അഫയേഴ്സ് എടുത്തിട്ട് ആ സോഫ്റ്റ്വെയർ എന്ത് കാറ്റഗറിയിൽ വരുന്നു. ഇപ്പൊ റാൻസം വെയർ എന്ന് പറയുന്ന ഒരു മാൽവെയർ ആണ്. വാണാക്രൈ എന്ന് പറയുന്ന ഒരു റാൻസം വെയർ ആണ്, അതൊരു മാൽവെയർ ആണ്. അപ്പൊ അതിനെ പറ്റിയൊക്കെ ഒരു ഐഡിയ, ഇത്തരത്തിലുള്ള ടേമുകൾ ഉണ്ടല്ലോ, എന്താണ് വൈറസ് എന്നുള്ള ടേംസിനെയൊക്കെ പറ്റി എന്ത് ചെയ്യുക, ഒരു ഐഡിയ നമ്മൾ ഉണ്ടാക്കി വെക്കുക. അപ്പൊ അതാണ് IT ആക്ടും സൈബർ ക്രൈം 6 മാർക്കിനാണ് അവിടുന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഇനി സിസ്റ്റം സോഫ്റ്റ്വെയറും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, നമുക്കറിയാം എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. പലതരത്തിലുള്ള വിൻഡോസ് ഉണ്ട്, ലിനക്സ് ഉണ്ട്. പിന്നെ നിങ്ങൾ ഉബുണ്ടുവിനെ പറ്റി ഒന്ന് അറിഞ്ഞിരിക്കുക. അതിനെ പറ്റി ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതിന്റെ വേർഷൻസ്, ലേറ്റസ്റ്റ് വേർഷൻ, ഫസ്റ്റ് വേർഷന്റെ പേര് തുടങ്ങിയ കാര്യങ്ങളെ പറ്റി അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ നമുക്കറിയാം പിന്നെ ഉബുണ്ടു ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ. ഇനി അടുത്ത ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, പലതരത്തിലുള്ള ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകളുണ്ട്. എക്സൽ ഉണ്ട്, പവർ പോയിന്റ് ഉണ്ട്. ഇതിന്റെയൊക്കെ ഉപയോഗം എന്താണ്, ഈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകളുടെ ഉപയോഗം, അതിന്റെ പേരുകളൊക്കെ ഒന്ന് ഐഡിയ ഉണ്ടാക്കുക. 5 മാർക്കിന് അവിടുന്ന് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. നമുക്ക് 1 or 2 തവണ വായിച്ചു കഴിഞ്ഞാൽ ഈ സാധനം നമ്മൾ മനസ്സിലിരിക്കും, കാണാതെ പഠിക്കില്ല നമ്മൾ. ആ സാധനം മനസ്സിലിരിക്കും. അത് കേൾക്കുമ്പോൾ ഇതാണ് നമ്മൾ അത് പഠിച്ചതെന്നുള്ളൊരു ധാരണ നമുക്ക് വരും. നമ്മൾ ആ സമയത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇതിന്റെ പേര് പറയാൻ പറഞ്ഞാൽ നമുക്കറിയില്ല. പക്ഷെ ഓപ്ഷൻസ് കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, പലപ്പോഴും പലർക്കും പറ്റുന്ന ബുദ്ധിമുട്ടാണ്. നമ്മൾ ഈ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടേംസ് പഠിക്കുമ്പോൾ ഒന്നും മനസ്സിൽ ഓർമ്മയിരിക്കില്ല അല്ലേ. എന്താണ് ഈ സാധനം, സെർച്ച് എഞ്ചിനും ബ്രൗസറും ഒക്കെ അങ്ങോട്ട് തിരിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ വരും. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞു പോകുന്ന അവസ്ഥ വരും. ഇത് അതാണോ അതിതാണോ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരെണ്ണത്തിന്റെ പേര് പറയാൻ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റത്തില്ല. ഒരു സെർച്ച് എഞ്ചിന്റെയോ ഒരു ബ്രൗസറിന്റെയോ അങ്ങനെയൊക്കെ നമുക്ക് പെട്ടെന്ന് അറിയാം എന്താ ഗൂഗിൾ ഒരു സെർച്ച് എഞ്ചിൻ ആണെന്നൊക്കെ നമുക്ക് അറിയാമെങ്കിൽ പോലും പെട്ടെന്ന് ഒരെണ്ണം പറയാൻ പറ്റത്തില്ല. പക്ഷേ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ ഓപ്ഷൻ കാണുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ച ആളാണെങ്കിൽ അത് എഴുതിയിരിക്കും, കാണാതെ പറയാൻ അറിയില്ലെങ്കിൽ പോലും. അതാണ് നമ്മുടെ ബ്രെയിൻ അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. കാരണം നമുക്ക് ഒന്നാമത്തെ കാര്യം നമുക്കറിയാം, ഈ എക്സാം നമുക്ക് പാസ്സായേ പറ്റത്തുള്ളൂ. എല്ലാവരും പറയും എക്സാം ഹാളിൽ എത്തുമ്പോൾ നമ്മൾ ബ്ലാങ്ക് ആകുന്നു. അല്ല, എക്സാം ഹാളിൽ എത്തുമ്പോൾ
നിങ്ങളുടെ ബ്രെയിൻ നന്നായിട്ട് പ്രവർത്തിക്കുന്നു. കാരണം ഇത് നിങ്ങളുടെ ജീവിതം നിർണ്ണയിക്കുന്ന ഒരു എക്സാമാണ്. ബ്രെയിൻ അവിടെ പ്രവർത്തിച്ചേ പറ്റത്തുള്ളൂ. മനസ്സിലായോ? നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിക്കണം. ആ സമയത്ത് നമ്മൾ പഠിച്ചത് ഇതാണല്ലോ, ആ പേജ് നമ്മൾ ഓർത്തെടുക്കാൻ ശ്രമിക്കണം. നമുക്ക് ആ ടേംസ് കാണാതെ മനസ്സിൽ വരുമെന്നില്ല, പക്ഷെ പേജിൽ നമ്മൾ ഈ കണ്ട ഇങ്ങനത്തെ ഒരു ടേം ആണല്ലോ നമ്മൾ കണ്ടത്, അത് അവിടെ എവിടെയെങ്കിലും ഓപ്ഷനിൽ ഉണ്ടോ എന്ന് നോക്കണം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? എത്തിക്കാൻ ശ്രമിക്കണം. അപ്പൊ നമ്മൾ പലരും ഈ കമ്പ്യൂട്ടർ ഒഴിവാക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാതെ പഠിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ്. പക്ഷെ അങ്ങനെയല്ല, ഉറപ്പായിട്ട് ഓർമ്മ വരും, ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. ദെൻ ഇന്റർനെറ്റിൽ നിന്ന് 5 മാർക്കിന് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. എന്താണ് സെർച്ച് എഞ്ചിൻ? മൈക്രോസോഫ്റ്റിന്റെ സെർച്ച് എഞ്ചിൻ എന്താണ്? അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഗൂഗിൾ ഒരു സെർച്ച് എഞ്ചിൻ അല്ലേ? മൈക്രോസോഫ്റ്റിന്റെ ബിങ് ഒരു സെർച്ച് എഞ്ചിൻ അല്ലേ? ബ്രൗസേഴ്സ് നമുക്കറിയാം, ക്രോം ഒരു ബ്രൗസറാണ്. അതുപോലെ തന്നെ എന്താണ് പിന്നെ എഡ്ജ്, മൈക്രോസോഫ്റ്റ് എഡ്ജ് ഒരു ബ്രൗസറാണ്. ഒപ്പേറ ഒരു ബ്രൗസറാണ്. ഇങ്ങനത്തെ ബ്രൗസറുകൾ നമ്മൾ കാണാറില്ലേ? അതൊക്കെ എന്താണ്? ദെൻ സോഷ്യൽ മീഡിയനെ പറ്റി സോഷ്യൽ മീഡിയ ഒപ്റ്റിമൈസേഷൻ എന്നൊരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. സോഷ്യൽ മീഡിയനെ പറ്റി ഏകദേശം ഒരു ധാരണ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. എന്താണ് IP അഡ്രസ്? HTML പറ്റി 3 മാർക്കിന് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. HTML ടാഗുകൾ, HTML പറ്റി ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകുക. പിന്നെ HTML ടാഗുകളെ പറ്റി ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ടാഗുകൾ പറ്റുമെങ്കിൽ ഒന്ന് നോക്കിയിട്ട് പോവുക, 1 മാർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇനി പ്രോഗ്രാമിങ്ങിനെ പറ്റി 6 മാർക്കിന് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും CPU-ന്റെ ഷെഡ്യൂളിംഗ് അൽഗോരിതത്തിനെ പറ്റി ഒന്ന് നോക്കുക. ആ പേര് കൺഫ്യൂഷൻ അടിക്കുകയൊന്നും വേണ്ട. CPU എന്ന് പറയുന്ന സംഭവം അറിയാലോ, ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ നമ്മൾ പറയാറില്ലേ. ഈ CPU എന്ത് ചെയ്യും? നമുക്ക് ഒരുപാട് ജോലികൾ ഉണ്ടെങ്കിൽ നമ്മളതിൽ ഏറ്റവും പ്രധാനം ഒരു ജോലിക്ക് പ്രാധാന്യം കൊടുക്കും, പ്രയോറിറ്റി കൊടുത്തിട്ട് ബാക്കി ജോലികൾ പിന്നെ ചെയ്യും. അതുപോലെ തന്നെ CPU എന്ത് ചെയ്യുന്നുണ്ട്? ഷെഡ്യൂൾ ചെയ്യാറുണ്ട്. നമ്മൾ ചെയ്യുന്ന പോലെ ഏറ്റവും പ്രധാനം ഒരെണ്ണത്തിനും പ്രയോറിറ്റി കൂടുതൽ, ഹൈ പ്രയോറിറ്റി, മറ്റതിന് ലോ പ്രയോറിറ്റി കൊടുക്കാറുണ്ട്. അതിനെയാണ് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. CPU നടത്തുന്ന ഷെഡ്യൂളിംഗ്. ഈ ഷെഡ്യൂളിംഗിന് ഒരു അൽഗോരിതം ഉണ്ട്. ഈ ഷെഡ്യൂളിംഗ് പലതരത്തിലുണ്ട്. ഒന്ന് പ്രീഎംപ്റ്റീവ്, മറ്റൊന്ന് നോൺ പ്രീഎംപ്റ്റീവ്, അങ്ങനെ പലതരത്തിലുള്ള എന്ത് കാണാൻ പറ്റുന്നുണ്ട്? ഷെഡ്യൂളിംഗ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ എന്താണ് പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ്? അതിനെപ്പറ്റി ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. എന്താണെന്നുള്ളതിനേക്കാൾ അപ്പുറം ഇതിന് ഉദാഹരണങ്ങൾ എന്താണ്? ഇനി നോൺ പ്രീഎംപ്റ്റീവിന് ഉദാഹരണങ്ങൾ എന്താണ്? ഇനി അതുപോലെ തന്നെ FCFS എന്ന് വെച്ചാൽ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്, ആദ്യം വരുന്നതിന് ആദ്യം സെർവ് ചെയ്യുന്നു. SJF എന്ന് പറഞ്ഞാൽ ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ്. പിന്നെ FIFO ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്നുള്ള ഈ തരത്തിലുള്ള ഷെഡ്യൂളിങ്ങുകൾ ഇത് പ്രീഎംപ്റ്റീവിലാണോ വരുന്നത്, നോൺ പ്രീഎംപ്റ്റീവിലാണോ വരുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നോക്കുക. സിമ്പിൾ ആണ് CPU ഷെഡ്യൂളിംഗ് എന്ന് പറയുന്ന പേരുകൾ. ആ കോണ്ടന്റും എന്താണെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സീക്ക് ടൈം, റൊട്ടേഷണൽ ലേറ്റൻസി, ട്രാൻസ്ഫർ ടൈം, ആക്സസ് ടൈം, ടേൺ അറൗണ്ട് ടൈം, ഈ ടേമുകളൊക്കെ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക? നോക്കിയിട്ട് പോകുക. നിങ്ങൾക്ക് അവിടുന്ന് 1 മാർക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ CPU ഷെഡ്യൂളിംഗും ഈ ടേംസ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് പോയാൽ. അപ്പൊ ഇത്രയും കാര്യങ്ങളെ നമ്മൾ പിന്നെ വേറൊന്ന് വന്നിട്ടുള്ള സൂപ്പർ കമ്പ്യൂട്ടർ, ഫാസ്റ്റസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടറിനെ പറ്റി ഒരു ചോദ്യം വന്നിട്ടുണ്ട്. നിങ്ങളപ്പോൾ എന്ത് ചെയ്യുക? സൂപ്പർ കമ്പ്യൂട്ടർ ഇന്ത്യയിലെ ഫാസ്റ്റസ്റ്റ്, ഇന്ത്യയിലെ ഫസ്റ്റ്, ലോകത്തിലെ ഫാസ്റ്റസ്റ്റ്, ലോകത്തിലെ ഫസ്റ്റ്. അപ്പൊ ഇത്രയും സാധനങ്ങൾ, ഒരു 4-5 ഫാക്ടുകൾ സൂപ്പർ കമ്പ്യൂട്ടറുകളെ പറ്റി നോക്കുക. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് 5-ൽ ഒരു 3 മുതൽ 4 മാർക്ക് വരെ കിട്ടാം. ഞാൻ എപ്പോഴും പറയുന്നു, ഇനിയുള്ളത് നമ്മൾ റിയലിസ്റ്റിക് ആയിരിക്കണം. ഗോൾ 5-ൽ 5 നമ്മൾ ലക്ഷ്യം വെച്ചാലും 3 മുതൽ 4 വരെ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ പറയാൻ പറ്റില്ല, ഭാഗ്യം ഉണ്ടെങ്കിൽ 5-ൽ 5 മാർക്കും കിട്ടും. 1 മാർക്കും കിട്ടാതിരിക്കുന്നതിനേക്കാളും നല്ലതല്ലേ 3 മുതൽ 4 മാർക്ക് വരെ കിട്ടുന്നത്? അപ്പൊ അതുകൊണ്ട് IT പഠിക്കാത്തവരാണെങ്കിൽ ഇത്രയും മേഖലയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഫോക്കസ് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇന്ന് പുറത്തുനിന്ന് ചോദ്യം ചോദിക്കാം എന്നുള്ള ഒരു ധാരണ വച്ചുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കുക. ചിലപ്പോൾ ഇതിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചില്ലെന്നും വരാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത്രയും നമുക്കിനി കുറച്ച് ദിവസമേ ഉള്ളൂ, അപ്പൊ ഇത്രയെങ്കിലും നമ്മൾ പഠിച്ചിട്ട് പോകണം എന്നുള്ള ഒരു ലക്ഷ്യം, ഒരു റിയലിസ്റ്റിക് ഗോൾ ഞാൻ പറയുന്ന പോലെ അത് മുന്നിലോട്ട് എന്ത് ചെയ്യുക? പഠിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ പുതിയൊരു പോർഷനായിട്ട് കാണാം. അതുവരെ താങ്ക് യു.